നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെയല്ല, കോഴിക്കോട്ടെ പാരിതോഷിക തർക്കത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പെട്രോൾ പമ്പ് ഉടമകൾ. കോഴിക്കോട് ജില്ലയിൽ പെട്രോൾ പമ്പ് അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. 4 മണിക്ക് ആരംഭിച്ച സമരം 6 മണിവരെ തുടരും. BPCLൽ ചർച്ചയ്ക്കെത്തിയ പമ്പ് ഉടമകളെ ലോറി തൊഴിലാളികൾ കയ്യേറ്റം ചെയ്തുവെന്നാണ് ആരോപണം. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക സമരം നടത്തുമെന്ന് പെട്രോൾ പമ്പ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, കഴിഞ്ഞ ദിവസം അവർ നേരിടുന്ന ഈ പാരിതോഷിക പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മുടെ സിനോജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതിപ്പോൾ ഈ പമ്പിന്റെ കാര്യത്തിൽ ദീപക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇവർ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലയിൽ നിൽക്കുകയാണോ? ഈ പമ്പുടമകളെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണോ? സുജയ, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ ഒരു പെട്രോൾ പമ്പിന്റെ മുൻവശത്താണ്. ഇന്ന് 4 മണി മുതൽ 6 മണി വരെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇൻട്രോ വായിച്ചതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അത് BPCL എന്നല്ല, HPCL ആണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിന്റെ സ്ഥാപനത്തിൽ ഇന്ന് ഈ പെട്രോൾ പമ്പ് ഉടമകൾ പോവുകയും ഈ പാരിതോഷിക തർക്കവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ പോയത്. ആ പോയ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ലോറി തൊഴിലാളികൾ ഉൾപ്പെടെ ചേർന്ന്, അതിൽ രാഷ്ട്രീയ ഭേദമില്ല, എല്ലാ സംഘടനയുടെയും ആളുകളുണ്ട് എന്നാണ് പറയുന്നത്, അവരെല്ലാം ചേർന്ന് ഈ പമ്പ് ഉടമകളെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു സൂചനാ സമരത്തിലേക്ക്, 2 മണിക്കൂർ സമരത്തിലേക്ക് പോകാൻ ഇടയാക്കിയ സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ജില്ലയിലെ എല്ലാ പെട്രോൾ പമ്പുകളും 4 മുതൽ 6 വരെ അടച്ചിടുന്ന സാഹചര്യമാണ്. എനിക്കൊപ്പം ഈ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുണ്ട്. അശോകേട്ടൻ, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? നമ്മൾ 2 ദിവസമായിട്ട് HPCLയുടെ പമ്പുകളെല്ലാം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനം തരാത്തതിൻ്റെ ചായ പൈസ 300 കൊടുക്കുന്ന 400 കൊടുക്കാത്ത ഒരു പമ്പിലേക്കും അവർ ഇന്ധനം തരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസമായിട്ട് ഞങ്ങളിപ്പം നോ ഇല്ലൻ്റ് ഞങ്ങൾ ഓർഡർ കൊടുക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത് ഇന്ന് HPCLൻ്റെ ഡിപ്പോ മാനേജറും ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു കോംപ്രമൈസ് ചർച്ചയ്ക്ക്. ഇന്നലെ വിളിച്ചു. ഇന്നലെ ഞങ്ങൾ കളക്ടറേറ്റായിരുന്നു, പോകാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ 11 മണിക്ക് അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് ഈ യൂണിയൻ നേതാക്കൾ എല്ലാവരും കൂടി അരച്ച് കയറി ഷമീം എന്ന ഞങ്ങളെ പ്രവർത്തകനെ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറെ മർദ്ദിക്കുകയും ഞങ്ങളെല്ലാവരെയും ആ ഒരു വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിൽ നിന്ന്, പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് ആയതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ. അപ്പോൾ ഈ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ട് ഇതിൽ നോക്കുകുത്തികളായിക്കൊണ്ട് HPCLൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഒരു പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് രക്ഷിക്കാനോ ഒന്നും അവർ ശ്രമിച്ചില്ല. അപ്പോൾ അവർ ആസൂത്രണം ചെയ്തിട്ട് ഞങ്ങളെ ആ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനമുള്ളത്? അതെ. തിങ്കളാഴ്ച രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ സംസ്ഥാന വ്യാപകമായി മുഴുവൻ പമ്പുകൾ അടക്കുകയും ചൊവ്വാഴ്ച HPCL അത് ഏതെങ്കിലും HP-യുടെ പമ്പ് മാത്രമാണോ അല്ലെങ്കിൽ പമ്പുകൾ മുഴുവൻ പമ്പുകൾ അടക്കുന്നതായിരിക്കും. ചൊവ്വാഴ്ച HPCLൻ്റെ ഇരുമ്പനം ഡെപ്പോ ഞങ്ങൾ ഉപരോധിക്കും. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്ത് തന്നെ ആയിരിക്കും. ഇപ്പം സുജിയ, ഇതാണ് ഷമീം പറഞ്ഞ പെട്രോൾ പമ്പ് ഉടമയാണ്. നിങ്ങൾക്ക് വലിയ രീതിയിൽ മർദ്ദനം ഏൽക്കുന്ന സാഹചര്യം ഉണ്ട്? തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി മുതൽ ഞങ്ങൾ ചായ പൈസ എന്നുള്ള ഈ പാരിതോഷികം നിർത്താൻ പോവുകയാണെന്ന്. അതുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് അവർ ഈ 300 രൂപ എന്നുള്ളവർ 100 രൂപ കൂട്ടണമെന്നാണ് തീർച്ചയായിട്ടും. ഈ 300 രൂപ എന്നുള്ളത് നിയമപരമായിട്ടുള്ളതല്ല. അവർക്ക് ജോലി ചെയ്യുന്നതിന്റെ കൂലി, അവരുടെ ട്രാൻസ്പോർട്ടർ, അവരുടെ. അതെ, നമ്മുടെ ആങ്കർ സുജയ ചോദിക്കുകയാണ്, ഈ പാരിതോഷികം എന്ന് പറയുന്നത് നോക്കുകൂലിയുടെ മറ്റൊരു വേർഷൻ ആണല്ലോ? തീർച്ചയായിട്ടും. അവർ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും ഡീലർമാരുടെ അടുത്ത് വാങ്ങിക്കുന്നത്. ഞങ്ങൾ അടുത്ത ലോഡ് വരുന്നേരം ഞങ്ങൾ അളവിൽ കുറവ് വരുത്തും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഡീലർമാരുടെ അടുത്ത് നിന്ന് ഒരു പണം ചോദിച്ചു വാങ്ങുന്നത്. ലിബിനേഷ്, ഈ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നുള്ളത്? ഇല്ല, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നൊന്നിനെയും തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. പെട്രോൾ പമ്പിൽ ലോഡ് കൊണ്ടുവന്ന് അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള പ്രോട്ടോകോൾസ് കണ്ടത് അതൊന്നും പാലിക്കാൻ ഈ ഡ്രൈവർമാർ തയ്യാറല്ല. അത് മാത്രമല്ല, ലോഡ് വരുമ്പോൾ അതിൽ ഹെൽപ്പറും ഡ്രൈവറും 2 ആൾ വേണമെന്നുണ്ട്. അപ്പോൾ ഇന്നേ വരെ 2 പേര് അതിനകത്ത് ഉണ്ടില്ല. പിന്നെ ലോഡ് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ നിർത്തി അതിൻ്റെ അളവ് പരിശോധിച്ച് ഡെൻസിറ്റി പരിശോധിച്ച് അപ്പോഴേ ഗുണനിലവാരം ഞങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അതിനൊന്നും പലപ്പോഴും ഡ്രൈവർമാർ സമ്മതിക്കാറില്ല. അതിനെതിരെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ലോഡില്ല. അതേപോലെ തന്നെ വരുന്ന ലോഡിൽ അളവ് കുറവാണെങ്കിൽ അത് കമ്പനീൻ്റെ നിയമപ്രകാരം ആ ഇൻവോയ്സിൽ രേഖപ്പെടുത്തണമെന്നാണ്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് അവർക്കൊരു ലോഡില്ല. അപ്പോൾ ഇതിന് ഇനി ഒരു അവസാനം കാണുന്നവരെ ഞങ്ങൾ പിന്നോട്ടില്ല. ഇനിയിപ്പം ഇവരെ കമ്മീഷണറെ ഒക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ACP ആണ് ഈ അന്വേഷണ ചുമതലയുള്ളത്, അല്ലേ? ചെവായർ ACP ആയിരിക്കും. മെഡിക്കൽ കോളേജ് ACP ആണോ ചെവായറാണോ? മെഡിക്കൽ കോളേജ്. ഓക്കെ, അദ്ദേഹം ഈ കേസ് അന്വേഷിക്കാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരാണോ ഇവരെ മർദ്ദിച്ചത് ആ കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് പെട്ടെന്നാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം 4 മുതൽ 6 വരെ ഇത് അടച്ചിടാനുള്ള തീരുമാനമൊക്കെ വരികയും ചെയ്തു. ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് കൂടി പരിഹരിക്കപ്പെടുക തന്നെ വേണം. ഇങ്ങനെയുള്ള പാരിതോഷികം പറഞ്ഞാലും വിരട്ടാൻ വരേണ്ടതില്ല എന്ന ആ പമ്പ് ഉടമകളുടെ ആ
നിശ്ചയദാർഢ്യത്തിന് കൊടുക്കണം കയ്യടി. പാരിതോഷികമല്ല, കൃത്യമായി ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ് കിട്ടേണ്ടത്. ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.